ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ രണ്ടാം വരവിൽ ഇതുപോലെ ഒരു കാഹളധ്വനി മുഴങ്ങും. ഒരു പ്രവാചകൻ, വെറും മനുഷ്യനായ ഒരു പ്രവാചകൻ, ദൈവം തെരഞ്ഞെടുത്ത, വെറും ദൈവം കൽപ്പിച്ചാൽ അത് മാത്രം പറയാൻ അധികാരമുള്ളൊരു പ്രവാചകൻ, ആ പ്രവാചകൻ വാ തുറന്ന് ദൈവം പറഞ്ഞ വചനങ്ങൾ പറഞ്ഞപ്പോൾ 10,000 വർഷങ്ങളായി വരണ്ട് ദ്രവിച്ച് ഛിന്ന ഭിന്നമായി അവിടെ ഇവിടെയും ഛിന്ന ഭിന്നമായി പോയിരുന്ന ആ അസ്ഥി കണങ്ങൾ ഒരുമിച്ച് കൂടി, അതിന് നഷ്ടപ്പെട്ടിരുന്ന മാംസങ്ങളും തിരിച്ചു കിട്ടി, അതിൻ്റെ മേൽ ഞരമ്പുകളും മറ്റു നിറഞ്ഞു, അത് ഒരു മനുഷ്യനായി തീർന്നു, അതിന് ജീവനും തിരിച്ചു കിട്ടി. ഒരെണ്ണത്തിനല്ല, 10,000 ഒന്നിച്ച്. എന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, അങ്ങനെ വെറും ഒരു മനുഷ്യൻ പറയുമ്പോൾ ഇത് സംഭവിച്ചാൽ, ദൈവപുത്രന്റെ സ്വരം കേട്ടാൽ ഈ ശരീരങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഈ എസെക്കിയേൽ താഴ്വരയിൽ പ്രവാചകന്റെ സ്വരം ശ്രവിച്ച ആ വരണ്ട അസ്ഥികൾ പോലെ ഒരു നാള് ഭൂമിയുടെ ആരംഭം തൊട്ട് ഇന്ന് വരെ മരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും, മരിച്ച് ഭൂമിയിൽ മണ്ണടിഞ്ഞുള്ള മുഴുവൻ ആളുകളും ദൈവപുത്രന്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. വായിക്കാം. നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കാൻ എന്തുണ്ടാവും? എസെക്കിയേലിന്റെ സ്വരം ശ്രവിച്ചപ്പോൾ ഈ അസ്ഥികളുടെ കൂടെ ഓടി എവിടെ നിന്നൊക്കെയാണ് കിടക്കണം, അതെല്ലാം കൂടി ഓടിക്കൂടി അസ്ഥിയോട് ചേർന്നു, മാംസത്തോട് ചേർന്നു, ചർമ്മം വന്നു, അത് മനുഷ്യ ശരീരമായി, അത് ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെയെങ്കിൽ ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ ഭൂമിയുടെ ആരംഭം തൊട്ട് ആ സമയം വരെ മരണമടഞ്ഞവരുടെ സ്ഥിതി എന്താവും? അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അപ്പൊ ഭൂമിയിൽ നിന്ന് ഇതുങ്ങളെല്ലാം കൂടെ കൂടി നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായും പുറത്തു വരും. ഈ പുറത്തു വരുന്ന പ്രക്രിയക്കാണ് ബൈബിൾ പറയുന്നത് ഉയർപ്പ്, ശരീരങ്ങളുടെ ഉയർപ്പ്. ദൈവവചനം ഈ ലോകത്തിലുള്ള സകല മക്കളോട്, ദൈവപുത്രൻ യേശു ഈ ലോകത്തിൽ സകല ജാതികളോടും സകല മതസ്ഥരോടും സകല കാലത്തും ജീവിക്കുന്ന സകല ബുദ്ധിമാന്മാരോടും അല്ലാത്തവരോടുമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്, ശരീരങ്ങൾക്ക് ഉയർപ്പുണ്ട്. ഇന്ന് ഈ ശരീരത്തോട് നിങ്ങൾ തോന്നിയാസം ചെയ്യരുത്, ഇത് നാളെ ഉയർക്കാനുള്ള ശരീരമാണ്. വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 991 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളുടെ വിശ്വാസം മരിച്ചവർ ഉയർപ്പാണ്. ഈ ഭൂമിയിലുള്ള കുറച്ചു കാലം എങ്ങനെയെങ്കിലും വല്ല കപ്പ ബിരിയാണി കഴിച്ച് തട്ടിമുട്ടി പളുക്കോ എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു രാജ്യമുണ്ടെന്നും അവിടെ നിത്യമായ രാജ്യത്തിൽ, പിതാവിന്റെ രാജ്യത്തിൽ ഞാനും നിങ്ങൾ സൂര്യനെ പോലെ പ്രശോഭിക്കേണ്ടവരാണെന്നും അവിടെ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് മരണത്തിൽ വേർപെടുന്ന ആത്മാവ് അന്ത്യ പുനരുത്ഥാനത്തിൽ ഈ ശരീരത്തോട് വീണ്ടും ചേരുമെന്ന് ദൈവവചനപ്രകാരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1017 ഖണ്ഡിക 10:17 ഇതാ നാം വായിക്കുകയാണ്: കബറിടത്തിൽ ക്ഷയോന്മുഖമായ ശരീരം നാം വിതയ്ക്കുന്നു, എന്നാൽ അന്ത്യ പുനരുദ്ധാനത്തിൽ അനശ്വരമായ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ ഇന്ന് കബറിടത്തിൽ ഒരു വിതയ്ക്കൽ നടത്തുകയാണ്. ഓരോ വിശ്വാസിയും കബറിടങ്ങളിൽ വിതയ്ക്കുന്നവരാണ്. കബറിടങ്ങളിൽ വിതയ്ക്കുന്നവർ ഇന്ന് മരിച്ച് നമ്മളെ ശവസംസ്കാരം ചെയ്യുമ്പോൾ ഒരു വിതയ്ക്കലാണ് നമ്മൾ ചെയ്യുന്നത്. നശ്വരമായ ശരീരം സിമിത്തേരിയിൽ വിതയ്ക്കുന്നു, കുഴിമാടത്തിൽ വിതയ്ക്കുന്നു, കബറിടത്തിൽ വിതയ്ക്കുന്നു. നമ്മൾ കബർ ചെയ്യുമ്പോൾ, ശവസംസ്കാരം ചെയ്യുമ്പോൾ, ഫ്യൂണറൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നശ്വരമായ ചീഞ്ഞ് അഴുകിപ്പോകുന്ന ഒരു ശരീരം മണ്ണിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു വിതയ്ക്കൽ നടത്തുന്നു. നശ്വരമായ ശരീരം മണ്ണിൽ വിതയ്ക്കുന്നു. എന്നിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, ബൈബിളും കാത്തലിക് പഠിപ്പിക്കുകയാണ്, കബറിടത്തിൽ ക്ഷയോന്മുഖമായ ശരീരം വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ശരീരം, ആത്മീയ ശരീരം അന്ത്യ പുനരുദ്ധാനത്തിൽ ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ ഈ കബറിടത്തിൽ നിന്ന് അക്ഷയമായ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ക്രിസ്ത്യാനികൾ ചിന്തിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ദൈവത്തോടു കൂടെ ജീവിതമുണ്ട്, പിതാവിൻ്റെ രാജ്യമുണ്ട്, സ്വർഗമുണ്ട്. പക്ഷെ സ്വർഗത്തിൽ നമ്മുടെ ആത്മാവാണ് ഇരിക്കുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത് എന്നാണ് പല ക്രിസ്ത്യാനികളും ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്, അതല്ല കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ശരീരത്തോട് കൂടെ ഞാൻ നിങ്ങൾ ഉയർക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് ഏത് ശരീരമാണുള്ളത്, അതേ ശരീരത്തോടു കൂടെ ആയിരിക്കും അന്ത്യ പുനരുദ്ധാനത്തിൽ ഞാൻ നിങ്ങൾ കർത്താവിനെ എതിരേൽക്കാനായി പുറപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം അങ്ങോട്ട് പോയി വേറെ ഏതെങ്കിലും ആത്മാവ് ഒരു പുതിയ ഒരു ശരീരം ധരിക്കുമെന്ന് ചിന്തിക്കരുത്. അതിനൊരു ഉദാഹരണമായി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 999 ഖണ്ഡിക. നമ്മൾ എല്ലാവരും ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോട് കൂടെ തന്നെ ഉത്ഥാനം ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 39-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്ലീഹന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിലേക്ക് വന്നു. യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെ അവിടുന്ന് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. പിന്നീട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷമാണ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ 24-ാം അധ്യായത്തിൽ 39-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ അവർ പറഞ്ഞു, ഭൂതം ഭൂതം. അവർക്കത് യേശു ആണെന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു ഭൂതം. അവർക്ക് സംശയമായിരുന്നു. ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, എൻ്റെ കൈകൾ കാണുക. ഈ ആണിപ്പഴുത് ഭൂതത്തിനുണ്ടോ? എൻ്റെ ചങ്ക് നോക്കുക എന്ന് പറഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ യേശുവിൻ്റെ കൈകളിൽ ആ ആണിയുടെ പഴുതുണ്ടായിരുന്നു. യേശുവിൻ്റെ കാലുകളിൽ ആ ആണിപ്പഴുതുണ്ടായിരുന്നു. യേശുവിൻ്റെ ചങ്കിൽ ആ മുറിവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട അതേ ശരീരത്തോടു കൂടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ ഇതേ ശരീരത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിങ്ങൾ അന്ത്യ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളും ദൈവവചനപ്രകാരം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴും എനിക്കത് പല വിധത്തിൽ ഞാൻ ചിന്തിച്ചു, അങ്ങനെ അത് ശരിയാകണത്, അങ്ങനെ ഈ ശരീരമായിട്ട് സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ സ്ഥിതി എന്താവും? അവിടെ ഇതെല്ലാം കൂടി കോടിക്കണക്കിന് ഇതെല്ലാം കൂടി അവിടെ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? അപ്പോൾ എനിക്കത് പല വിധത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 35 തൊട്ട് 45 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ച് ഉപരി വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് നൽകിയത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 35 മുതൽ 45 വാക്യങ്ങൾ, അതിൽ 35-36 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതു തരം ശരീരത്തോടെ കൂടെയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. നമ്മൾ ഈ കബറിടത്തിൽ വിതയ്ക്കുന്ന ഈ ശരീരം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കും. ഇതിനെക്കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, നമ്മൾ കബറിടത്തിങ്കൽ വിതയ്ക്കുന്നത് നശ്വരമായ ശരീരം, എന്നാൽ അന്ത്യ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അക്ഷയമായ ശരീരം ഈ കബറിടത്തിങ്കിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നശ്വരമായ, നമ്മളിപ്പോൾ ഒരു ഗോതമ്പിന്റെ വിത്തിട്ടു, അല്ലെങ്കിൽ ഒരു നെല്ല് വിതച്ചു. വിതയ്ക്കുന്ന നെല്ല് ആ മണ്ണിൽ കടന്ന് ദ്രവിച്ചു പോകും. ദ്രവിച്ചു പോയിട്ട് അതിൽ നിന്നൊരു പുതിയ ശരീരം കൊടുക്കും, ഒരു നെൽച്ചെടി അല്ലെങ്കിൽ ഒരു ഗോതമ്പ് ചെടി. അപ്പം വിതയ്ക്കുന്ന വിത്തൊന്ന്, പക്ഷെ വളരുന്ന ശരീരം വേറൊന്ന്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുമോ? ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധ്യാനത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും ഓരോ ശരീരം കൊടുക്കും. മത്തങ്ങയുടെ വിത്തിട്ടാൽ അത് നെൽച്ചെടി പോലെ അത് മത്തങ്ങ വള്ളിയായിട്ട് ഒരു പ്രത്യേക ശരീരമായിട്ട് പൊങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. മാവിൻ്റെ വിത്തിട്ടാൽ അത് വലിയ മരമായിട്ട് അതിനൊരു വേറൊരു ശരീരം കൊടുക്കുകയാണ്. നെല്ലിൻ്റെ വിത്തിട്ടാൽ അത് വേറൊരു ശരീരം പ്രാപിക്കും. അപ്പോൾ വിതയ്ക്കണതല്ല വളർന്നു വരുന്നത്, വിതയ്ക്കുന്നത് ഒരു ശരീരം, വളർന്നത് വേറൊരു ശരീരം. ഈ ഒരു ഉപമ എടുത്തിട്ട് സ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്,
പല തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. അതാണ് 39 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. അതുപോലെ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ആത്മീയ ശരീരങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ശരീരങ്ങളുണ്ട്. അപ്പോൾ മാവിന്റെ ശരീരം, നെല്ലിന്റെ ശരീരം, മത്തങ്ങയ്ക്ക് വള്ളി വിട്ടാൽ അതിൻ്റെതായ അതുപോലെ സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരം. 40-41 വാക്യങ്ങൾ. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ഈ ഭൂമിയിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ടുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ഈ നശ്വരമായ ശരീരം ഒരു ആത്മീയ ശരീരമായി ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വധയ്ക്കപ്പെടുന്ന ഈ നശ്വരമായ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആത്മീയ ശരീരമായി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇതേ ശരീരം തന്നെ, ഇതേ ശരീരമാണെങ്കിലും ഇതൊരു ആത്മീയ ശരീരമായി രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ശരീരം ആത്മീയ ശരീരമായി മാറുന്നത് എന്ന് പലരുടെയും മനസ്സിൽ ഇപ്പോൾ സംശയം നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ താബോർ മലയിലെ രൂപാന്തരീകരണം ഓർക്കണം. യേശു അതിന് ഡിസ്പ്ലേ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭൗമിക ശരീരം ആത്മീയ ശരീരമായി മാറുന്നത്? യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും കൂടി താബോർ മലയിലേക്ക് പോയി. താബോർ മലയിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. മർത്തി ശരീരത്തോട്, ഈ ഭൗമികമായ ശരീരത്തോടു കൂടിയാണ് യേശു അങ്ങോട്ട് പോയത്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് യേശുവിൻ്റെ ഈ ഭൗമിക ശരീരം മാറി ആത്മീയ ശരീരമായി. അപ്പോൾ അവർ കണ്ടത് സൂര്യൻ്റേതുപോലെ വെട്ടിത്തിളങ്ങുന്ന ശരീരം. ആ വസ്ത്രങ്ങൾ പോലും സൂര്യൻ്റേതുപോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നത് അവർ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ യേശുവിൻ്റെ അരികിൽ വന്ന് മോശയും ഏലിയയും സംസാരിച്ചപ്പോൾ അത് മോശയാണെന്ന് ഏലിയാണെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായത്? എങ്ങനെ മനസ്സിലായത്? ഈ മോശയുടെയും ഏലിയായുടെയും ആ ശരീരത്തിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് തിരിച്ചറിയാവുന്ന അടയാളങ്ങളോടെ വന്നു എന്ന് മനസ്സിലാക്കണം. വെറും ഒരു പ്രകാശക്കട്ടയായിട്ടെന്ന് വന്ന് ചിന്തിക്കരുത്. ഇവർക്കിത് മോശയാണെന്ന് തിരിച്ചറിയാവുന്ന അടയാളങ്ങളോട് കൂടി തന്നെയാണ് വന്നത്. അതുപോലെ ഈ ശരീരങ്ങളുടെ അന്തിമ പുനരുദ്ധാനത്തിൻ്റെ ശരീരത്തെ ഉയർപ്പിൽ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ഉയർത്തെഴുന്നേറ്റാൽ നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അതെൻ്റെ അപ്പനെ കണ്ടാൽ മനസ്സിലാവും. തിരിച്ചറിയാവുന്ന ആ ഒരു അടയാളങ്ങളോടെ അത് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ആ താബോർ മലയിലേക്ക് പോയപ്പോൾ ആ ക്ഷണനേരം കൊണ്ട് യേശുവിൻ്റെ ഭൗതിക ശരീരം ആത്മീയ ശരീരമായി രൂപാന്തരം അത് കിടന്ന് വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് കാത്തലിക് ചർച്ച് 999 ഖണ്ഡിക പറയുകയാണ്, മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെ എന്ന് മനസ്സിലാക്കുവിൻ. ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രത്യക്ഷപ്പെട്ട ഈശോ അവരോട് പറഞ്ഞതാണ്. അതുപോലെ എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടുകൂടെ തന്നെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ആത്മീയ ശരീരമായി മാറും. ഇതേ ശരീരം തന്നെ മഹത്വപൂർണമായ ആത്മീയ ശരീരമായി മാറും. ആധ്യാത്മിക ശരീരമായി ഇത് എന്നും നിലനിൽക്കും. അതിൻ്റെ പേരാണ് അക്ഷയമായ ശരീരം. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കതിന് 4 സ്വഭാവങ്ങളുണ്ടാവും. അതാണ് ഒന്നാമത്തെ സ്വഭാവം, അത് അക്ഷയമാണ്. പിന്നീട് ഒരിക്കലും അത് നശിക്കുന്നില്ല. അത് അക്ഷയമായ ശരീരമാണ്, ഒരിക്കലും ക്ഷയമില്ലാത്ത ശരീരം. രണ്ടാമത്തത്, അതിന് ദീപ്തി ഉണ്ടാവും. ദീപ്തി എന്ന് പറഞ്ഞാൽ അത് വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടു കൂടിയതായിരിക്കും. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 43-ാം തിരുലിഖിതം, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ യേശു ഡെഫിനറ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ആത്മീയ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അത് ദീപ്തമായ ശരീരം, സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം അവിടെ ചില വേറെ വിളക്ക് ആവശ്യമില്ല.
അവിടെ വേറെ സൂര്യന്മാർ, സ്വർഗത്തിൽ വേറെ സൂര്യന്മാരുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. സ്വർഗത്തിൽ സൂര്യനും ചന്ദ്രനില്ല, പകരം അവിടെ എത്തുന്നവർ തന്നെ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നടക്കണവരൊക്കെ ഓരോ സൂര്യന്മാരായിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ തേജസ്സിന് വ്യത്യാസം ഉണ്ടാവും. ശരീരങ്ങൾ തമ്മിൽ ഈ ഭൂമിയിൽ നന്നായി ജീവിച്ചവർക്ക് കൂടുതൽ തേജസ് ഉണ്ടാവും. തോന്നിയാസം ചെയ്യൊക്കെ ജീവിച്ച് അങ്ങനെ ചിലപ്പോൾ കരിക്കട്ട പോലെ, അല്ല കരിക്കട്ട പോലെയല്ല, മിന്നാമിനിങ്ങൊക്കെ പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, അറിയാൻ പറ്റില്ല. അതായത് ഓരോരുത്തർക്കുമുള്ള സൽകൃത്യങ്ങൾക്കനുസരിച്ച് അവരുടെ തേജസ്സിന് വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ ആ ജീവിത രീതി അനുസരിച്ചായിരിക്കും സ്വർഗത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെ പ്രഭ. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ പ്രമാണങ്ങളിൽ നിസ്സാരമായൊന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായൊന്ന് അനുസരിക്കുകയോ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. വീണ്ടും കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, മനുഷ്യർ തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മതിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരേണ്ടവരാണല്ലോ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് സ്വർഗത്തിൽ അക്ഷയമായി ശരീരം സ്വീകരിക്കാൻ പോകുന്നത്. അവിടെ കോടാനുകോടി അവസാനമില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് നമ്മൾ. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 21 വാക്യങ്ങൾ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. അവിടുന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പ്രതീക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ രാജ്യം സ്വർഗമാണ്. അവിടെ നമുക്കൊരു പൗരത്വമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്നും ഇതുപോലെ ജീവിച്ചിരിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. എത്ര പ്രബലനായിക്കോട്ടെ, എത്ര ബുദ്ധിമാനായിക്കോട്ടെ, എത്ര ശക്തനായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി വിട്ടുപോകേണ്ടി വരും. ഇതിനെല്ലാത്തിനും അവസാനമുണ്ട്. ബിക്കോസ് ഇതെല്ലാം ഫൈനൈറ്റ് ആയ ബീയിങ്സ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്ന അശ്വരമായ വസ്തുക്കളാണ്. എന്നാൽ നമ്മുടെ ശരീരവും ആത്മാവും അനശ്വരമായി ജീവിക്കേണ്ടതാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഈ ശരീരത്തിന് ഇത് ഒരിക്കലും ക്ഷയമില്ലാത്ത വിധം അക്ഷയമായി തീരേണ്ട ഒരു ആത്മീയ ശരീരമായി മാറേണ്ടതാണ് ഈ മർത്യ ശരീരം. ഇതെങ്ങനെയാണ് മാറുന്നത് എന്നതിനെക്കുറിച്ച് ഇനിയും സംശയമുള്ളവർക്ക് വിശുദ്ധ ലേഖനത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ മഹത്വമേറിയ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുന്നത് അവിടുത്തെ അരൂപിയാൽ, അവിടുത്തെ ചൈതന്യത്താലാണെന്ന് ഫിലിപ്പിയ ലേഖനം 3:21 പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 8:11 യേശു ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് ഈ ശരീരത്തെ ദൈവം തൻ്റെ അക്ഷയമായ ശരീരമാക്കി മാറ്റുന്നത്? റോമ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഈ മർത്യ ശരീരങ്ങൾക്ക് അന്തിമ പുനരുദ്ധാനത്തിൽ യേശുവിന്റെ 2-ാം വരവിൽ വീണ്ടും ജീവൻ കിട്ടുമെന്ന് തന്നെ തിരുലിഖിതത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസ പ്രമാണത്തിൽ ഓരോ വിശ്വാസിയും അനുദിനം ചെല്ലുന്നൊരു കാര്യമുണ്ട്. ശരീരങ്ങളുടെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ ശരീരമുണ്ട്, ആത്മാവുണ്ട്. മരിക്കുമ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് പോകും, ശരീരം ഭൂമിയിലേക്ക് പോകും. എന്നാൽ കല്ലറകളുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്ന യേശുവിന്റെ 2-ാം വരവിൽ വചനം പഠിപ്പിക്കുകയാണ്, ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ കാഹളം മുഴങ്ങുമ്പോൾ, വാനമേഘങ്ങളിൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുമ്പോൾ കല്ലറകളുള്ളവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന നല്ല ആളുകൾ മാത്രമേ ഉയർക്കുള്ളൂ, ദുഷ്ടന്മാരുടെ കാര്യമൊക്കെ പോക്കാണ്, അതുങ്ങൾ ഭൂമിയോടുകൂടെ പാതാളത്തിലേക്ക് തട്ടുമെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ദുഷ്ടനാകട്ടെ ശിഷ്ടനാകട്ടെ, നല്ലവനാകട്ടെ മോശക്കാരനാകട്ടെ, ഈ ഭൂമിയിൽ ജനിച്ചുള്ള എല്ലാ മനുഷ്യർക്കും ഉയർപ്പുണ്ട്.
എല്ലാ മനുഷ്യർക്കും ഉയർപ്പുണ്ട്. യോഹന്നാൻ 5:28 പഠിപ്പിക്കുകയാണ്, കല്ലറകളുള്ളവരെല്ലാം ദൈവപുത്രന്റെ സ്വരം ശ്രമിക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദാനിയേലിന്റെ പുസ്തകം 12-2 ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി തന്നെ. ചിലർ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി തന്നെ. നിത്യമായ ലജ്ജ, നിത്യമായ നിന്ദ, നിത്യമായ അഗ്നി, നിത്യശിക്ഷ, നിത്യമായ നാശം, നിത്യനാശം ശിക്ഷയായി അനുഭവിക്കാൻ വേണ്ടി ചിലർ ഉയർത്തെഴുന്നേൽക്കും. ചിലരോ അവർ നിത്യ ജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. എന്തായാലും എല്ലാവർക്കും ഉയർപ്പുണ്ട്. എപ്പോഴാണ് ഉയർപ്പ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. എപ്പോഴാണ് ഉയർപ്പ്? യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ ആഗമനത്തിൽ, ലോകാവസാനത്തിൽ, യേശുവിൻ്റെ 2ാം വരവിലാണ് ശരീരങ്ങളുടെ ഉയർപ്പ് സംഭവിക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കും. കാരണം ദൈവപുത്രനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൻ്റെ അനുവാദം കൂടി ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ സംഭവിക്കൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ കേൾക്ക്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവപുത്രൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അന്തിമ ഉത്ഥാന ദിവസത്തിൽ ശരീരങ്ങൾ ഉയർപ്പ് സംഭവിക്കുമ്പോൾ നിത്യലജ്ജയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ആ വലിയ കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണേ. ഈ ഭൂമിയിൽ തിരിച്ചറിവോടെ ജീവിക്കാൻ ഒരു നാൾ എൻ്റെ യേശു വരും. എൻ്റെ യേശു വരുമ്പോൾ ആ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന സമയത്ത് നീതിമാന്മാരുടെ കൂടെ നിൽക്കാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. മത്തായിയുടെ സുവിശേഷം 13-ാം 41, 42, 43 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരയക്കുകയും അവർ അവന്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതജസിൻ ഗണമോർത്തിടുമ്പോ ഞൊടി നേരത്തെ ഉള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഓ യേശുവേ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുലിഖിതം. അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ കാഹളം ഉയരം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുമ്പോൾ ക്രിസ്തുവിൽ മറന്നു പറഞ്ഞവർ ഇതാ നിത്യതയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൽ ദൈവം എഴുന്നള്ളാറായി യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. ദുഃഖവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൽ ദൈവം എഴുന്നള്ളാറായി യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതജസിൻ ഘനമോർത്തിടുമ്പോ ഞൊടി നേരത്തെ ഉള്ള
കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. അത്ഭുത ശക്തിയേ, പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനീ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനീ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യജനോത്തിടുമ്പോ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യജനോത്തിടുമ്പോ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, ദൈവമേ സാരമില്ല. കണ്ണുനീരോടെ വിതയ്ക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് അങ്ങ് അത്ഭുതകരമായ ശക്തിയോടെ എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്നതിനായി അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക പിതാക്കന്മാരായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, തോമസ് ലിഹായേ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ഇപ്പോൾ ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ സെബസ്ത്യാനോസേ, വിശുദ്ധ ഗീവർഗീസേ, വിശുദ്ധ അന്തോനീസേ, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഇപ്പോൾ ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാദ്രെ പിയോ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ വിശുദ്ധകളെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റപ്പായേൽ, ഊരിയ വാളുമായി അനേക വ്യൂഹം മാലാകമാരോട് കൂടെ ഈ കോമ്പൗണ്ടിന് ചുറ്റിലും അണിനിരക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ചുറ്റിലും അണിനിരക്കണമേ. ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന എല്ലാ ബാധകളെയും ഭൂതങ്ങളെയും ആട്ടിപ്പായിച്ച് നിത്യപാതാളത്തിൽ ബന്ധിക്കണമേ. അവ ഇനി ഒരിക്കലും മടങ്ങി വരാതിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഓ ദൈവമായ കർത്താവേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് വൈദികർ ഒരു കൂട്ടായ്മയായി അഭിവന്യ മനത്തോടെ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയുള്ള എല്ലാ വന്യ പിതാക്കന്മാരോടും വിശുദ്ധരോടും ചേർന്ന് നിന്നുകൊണ്ട് മെത്രാൻ സംഘങ്ങളോട് കർദിനാൾ സംഘങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്
എല്ലാ സ്ലീഹന്മാരോട് അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവാചകന്മാരോട് രക്തസാക്ഷികളോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നും കോമ്പൗണ്ടിൽ നിന്നും എസ്റ്റേറ്റുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി ഇവരെ ഉപദ്രവിക്കുകയും ഇവരെ ശല്യപ്പെടുത്തുകയും ഇവരെ കണ്ണുനീര് കുടിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ തകർച്ചയുടെ ശക്തികളും പരാജയത്തിന്റെ ശക്തികളും പൈശാചിക പീഡകളും എല്ലാ തരത്തിലുള്ള തിന്മയുടെയും പാപത്തിന്റെ അരൂപികളും ദുർബാധകളും ദുർഭൂതങ്ങളും ദുർശക്തികളും ദുർമരണങ്ങൾ അനർത്ഥങ്ങൾ മാരകവ്യാധികൾ പകർച്ചവ്യാധികൾ കുടുംബത്തിൽ കലഹം ഈ മേഖലകളിൽ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മബാധകളെയും എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയന യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികളെ, ദുരാത്മ പീഡകളെ, പൈശാചിക സേനകളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നും ഇപ്പോൾ തന്നെ വിട്ടഴിഞ്ഞ് നിത്യ പാതാളത്തിലേക്ക് നിവസിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുമ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദം നൽകുകയാണ്. കുടുംബങ്ങൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ, അവിടെ എല്ലാം കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണം, തിരുരക്തത്തിന് മുദ്ര പതിയുകയാണ്. കരങ്ങൾ രണ്ടും യേശുവിലേക്ക് ഉയർത്തുക. യേശുവേ, അധിപതിയേ, കർത്താവേ, കുടുംബത്തിലേക്ക് വരണമേ, കുടുംബാംഗങ്ങളിലേക്ക് വരണമേ, കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരിലേക്ക് വരണമേ, കുടുംബത്തിൽ വിഷമവും കണ്ണുനീരിരിക്കുന്നവരിലേക്ക് വരണമേ, മദ്യപാനത്തിലും ദുർപീഡയിൽ നശിക്കുന്നവരിലേക്ക് വരണമേ, ആത്മാവിൽ നിത്യം നഷ്ടമാക്കിയവരിലേക്ക് വരണമേ, ശരീരങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കാത്തവരിലേക്ക് വരണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ.